ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിന്ന് ചൂണ്ടയിടാൻ പോവാണ്. പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അളിയനെയും പിള്ളേരെയും വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ ചൂണ്ടയിടാൻ വേണ്ടി പോകാൻ. ഒരു വരുന്നുണ്ട്. അടുത്ത ആള് വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അവിടെയുള്ള മീനെ മുഴുവനും ഞങ്ങൾ പിടിച്ചു തരിക്കും. ഏതാ ഫ്രോഗ്? അല്ല, ഫ്രോഗൊക്കെ ഉണ്ട്. ഫ്രോഗ് ഉണ്ട്, പുഴയിലിടാനുള്ള ഇതൊക്കെ ഉണ്ട്. തെരണ്ടിനെ പിടിക്കാൻ ഒറ്റ സംഭവമൊക്കെ ഉണ്ട്. അഭിന മാത്രം കാണൂല. വന്നാ അഭിയ സൈഡിലായിരിക്കണോണ്ടേ മലസമയത്തുണ്ട് വണ്ടി കുലുങ്ങണ്. അല്ല അത് ഭയങ്കര കാലം കുലുങ്ങണം. വീടിന്റെ അടിയിൽ വണ്ടി ഇട്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ വൈപ്പിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം വൈപ്പിനെത്തി. അപ്പോൾ ഇവിടെ ഇതാണ് ഹാർബർ. ഈ ബോട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഈ മാർക്കറ്റ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, അറിയാവുന്നവർ ക്ഷമിച്ച് കളയുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറേ കടകളുണ്ട്, മീൻ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ മേടിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ ആയതുകൊണ്ട്. അപ്പോൾ നേരെ നമ്മൾ ചൂണ്ടയിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന സമയം അത്ര ശരിയല്ല, കാരണം നല്ല മഴയാണ്. ആ മഴയത്ത് നമ്മൾ എന്തായാലും കുടയും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മഴയത്ത് ചൂണ്ടയിടുകയാണ്. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടില്ല എന്നുള്ളത് നോക്കട്ടെ. തെറിച്ചു പോയതാ. അടിച്ച് മനസ്സിലായിരുന്നാ? നമ്മുടെ ചെറിയ പിള്ളേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽക്കൂര കിട്ടി ഗൈസ്, കിട്ടോ? ഇത്ര മീനൊക്കെ കിട്ടി. അപ്പോൾ ഗൈസ്, നമുക്ക് 2-3 മീനൊക്കെ കിട്ടി. അങ്ങനെ ചൂണ്ടയിട്ടുണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഷിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ടൈം കളയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ല, ഇന്ന് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിതേ ഇങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവാം. കാരണം ബീച്ചിൽ ചെന്നിട്ട് അവിടെ തെരണ്ടീനെ കിട്ടുമെന്ന് മെഷീൻ ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തെരണ്ടീനൊക്കെ വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്ക് പോവാണ്. അതവിടെ ചൂണ്ടയിടാണ്ടായി ചേട്ടൻ. അടിപൊളി. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല രസമല്ലേ? ഇത്ര നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതേ ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇവിടെ ആരെയും കാണാനില്ല, മെഷീൻ ചൂടെന്ന് പറയുന്ന ആരും കാണാനില്ല. എന്തായാലും നമുക്ക് അറിയാനും പാടില്ല ഇവിടെ എവിടെയാണ്, ഇവിടെ എറിയുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഏത് സ്പോട്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ചൂണ്ടയിടാന്നുള്ള രീതിയിൽ നമ്മൾ നേരെ മെഷീൻ ചൂണ്ടയും കൊണ്ട് വന്നിരിക്കുന്നതാണ്. നേരെ നമുക്ക് നോക്കാം, എറിഞ്ഞു നോക്കാം എല്ലാം കിട്ടില്ല എന്നുള്ളത്. ഇവിടെ വന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്ക് വല്ല തെരണ്ടി വല്ലതും കിട്ടോ നോക്കാം. നമ്മളപ്പ അവിടെ നിന്നാ വന്നേ. വെള്ളം കേറി കേറിയില്ലേ, അത്ര ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. ഇപ്പൊ കേറി കേറി വന്നെയാണ്.
ഗൈസ് മിക്കവാറും നമ്മളെ കൊണ്ട് കടലമ്മ കൊണ്ടാവും നമ്മളെ. ഇങ്ങനെ കെട്ടിട കട ഇങ്ങനെ വെയിറ്റ് അടുക്ക് ഞാൻ ഒരു ചിത്രം ചെയ്യാം. തിരി പോന്നു. അപ്പോൾ ഗേസ് അതിലും ആഷിനും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഗേസ്. ഇവിടെ ഇട്ടാൽ കിട്ടുമെന്നറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് വന്നാണ്. എന്തായാലും നോക്കുന്നുണ്ട്. ഞങ്ങളല്ലെങ്കിൽ സ്ഥലം ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും രസമാണ്. ടൈം പോയി കിട്ടും. മീൻ കിട്ടിയാൽ ഇത്തിരിയോട് സന്തോഷമാവും. എന്തായാലും നോക്കാം. മീൻ കിട്ടുവാണെങ്കിൽ നേരെ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൂട് കെട്ടിയില്ല വെള്ളത്തിലേക്ക് ഇട്ടുള്ള മീനൊക്കെ ചാടി കൂരിയൊക്കെ ഇട്ട് ചാടിപ്പോയി. എടാ വലിക്കല്ലടാ. മീൻ ഒരുപാട് എല്ലാം പോയി. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലും കൂടുതൽ മീനെ കിട്ടിയായിരുന്നു. അത് ഈ വലയിൽ നിന്ന് ചാടിപ്പോയി. അത് ഭയങ്കര സങ്കടമായി പോയി എല്ലാവർക്കും. കാരണം ഇത് പിള്ളേർക്ക് അറിയില്ലായിരുന്നു. അവർ മീനെ ഇട്ടിട്ട് നേരെ വെള്ളത്തിലേക്ക് താത്തിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുകളിലെ വശം തുറന്നിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് മീൻ ചാടിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.